ಪರಂ ಶಾಂತಿ മാ ബാബയ്ക്ക് കോടി പ്രണാമം. ഇന്ന് മനുഷ്യൻ അനേക ജാതി മത ഭേദത്തിൽ പെട്ടുകിടക്കുകയാണ്. അനേക ബന്ധനത്തിലും പെട്ടുകിടക്കുകയാണ്. ഇത് മായയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇത് മായയാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ഇത് മോഹവും എല്ലാവിധ സംബന്ധങ്ങളും ബന്ധങ്ങളിൽ പെട്ട് ഉഴറിക്കിടക്കുകയാണ് മനുഷ്യന്മാർ. കെട്ടിപ്പിടിഞ്ഞ് കിടക്കുകയാണ് മനുഷ്യന്മാർ. ഇതിൽ നിന്ന്, ഈ മായാജാലത്തിൽ നിന്ന്, അതായത് ഈ ചിലന്തി വലയുടെ കുരുക്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അതിനാണ് ജ്ഞാൻ യോഗ സേവാധാരണ. ഈ ചിലന്തി വലയിൽ മോഹ ബന്ധങ്ങളുടെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ജ്ഞാൻ യോഗ സേവാധാരണ ബേഹദ് ഇവ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഈ മായാജാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ ബന്ധനത്തിൽ പഞ്ചസാര വായിലിട്ടാൽ മധുരിക്കും. അതുപോലെ കപ്പയ്ക്ക വായിലിട്ടാൽ കഴിക്കും. അതുകൊണ്ട് കപ്പയ്ക്ക അധികം ആരും കഴിക്കാറില്ല. അതുപോലെയാണ് ഈ കാര്യങ്ങൾ. ഈ ബന്ധനം എന്ന് പറഞ്ഞാൽ ഒരു മധുര പലഹാരം പോലെയാണ്. അത് ആരും തന്നെ ഭക്ഷിക്കും. പക്ഷേ അതിൽ നിന്ന് മുക്തമാകാൻ ആർക്കും സാധ്യമല്ല. സാധ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ പലതും നിങ്ങൾക്ക് വരണം. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറയും ഇന്നത് കഴിക്കണ്ട, ഇന്നത് കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യും. അല്ലാതെ നിങ്ങൾ സ്വയം തോന്നിയിട്ട് ഒന്നും തന്നെ ചെയ്യുകയില്ല എന്നർത്ഥം. അതിനാൽ ഈ മായ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ശ്രമിക്കുക. പിന്നീട് നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധിക്കാതെ വരും. ദേഹം വഴങ്ങില്ല, മനസ്സ് വഴങ്ങില്ല, ഒന്നും തന്നെ വഴങ്ങില്ല. ആ സമയത്ത് നിങ്ങൾ പെട്ടുപോകും. ഇതിൽ നിന്നെല്ലാം കരകയറി ഈ മുക്തിയിലോട്ട്, നമ്മുടെ മെയിൻ സബ്ജക്റ്റാണ് ആത്മയുടെ മോക്ഷം, മുക്തി. ഈ മുക്തിയിലോട്ട് എങ്ങനെ പടിപടിയായി കയറി ചെല്ലാം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ തന്നെ ചിന്തിച്ചാലേ നടക്കുകയുള്ളൂ. ഇല്ല, ഞാൻ നാളെ ചിന്തിക്കാം, മറ്റന്നാൾ ചിന്തിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് ആ മൂൽ സ്വരൂപത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബന്ധനത്തെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ മൂൽ സ്വരൂപത്തെ കാണാൻ സാധിക്കുന്നതല്ല. കാരണം മായയിൽ മൂൽ സ്വരൂപവും മായ രണ്ടാണ്. മായ മൂൽ സ്വരൂപത്തെ മറയ്ക്കുന്നു. ആ മായയെ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ മൂൽ സ്വരൂപത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ മൂൽ സ്വരൂപത്തെ, ആ ചൈതന്യ ശക്തിയെ പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ സന്യാസി പറഞ്ഞു പറഞ്ഞാൽ തുച്ഛമായിട്ടാണ് മനുഷ്യന്മാർ കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. എല്ലാവരും ഒരുപോലെയല്ല. ഭക്തിമാർഗത്തിൽ നിന്ന് ജ്ഞാൻമാർഗത്തിലോട്ട് വരണം. പക്ഷേ ഇവിടെയുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത് ഭക്തിയിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. ഒറിജിനൽ ഭക്തിയാണോ? അതും അല്ല. ഹനുമാൻ പോലെയുള്ള ഭക്തി, ശബരി പോലെയുള്ള ഭക്തി, അതാണ് ഭക്തി. ഭക്തിയിൽ 2 മാർഗങ്ങളാണ്. ഭക്തി, പിന്നെ ഭക്തി യോഗ. 18 യോഗയിൽ ഒന്ന് ഭക്തി യോഗയും ഉണ്ട്. ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. കാരണം ജ്ഞാൻ യോഗ സേവാധാരണ അഭ്യസിച്ചേ മതിയാകൂ. നിങ്ങൾ സ്വയം അഭ്യസിക്കണം. അല്ലാതെ 1 ലക്ഷം 2 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്ത് നിങ്ങൾ
മായാജാലത്തിൽപ്പെട്ട് പൈസയെല്ലാം കളഞ്ഞ് കുടിച്ചുകൊണ്ട് ഒന്നും തന്നെ സാധിക്കില്ല. മുനിവര്യന്മാർ ലക്ഷക്കണക്കിന് വർഷം തപസ് ചെയ്ത് കാട്ടിൽ പോയി തപസ് ചെയ്തിട്ടും കിട്ടാത്തത് 1,00,000 2,00,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഇത് ടീച്ചറിൻ്റെ വിദ്യയല്ല, ഇത് സ്വയം അറിഞ്ഞുകൊണ്ടുള്ള വിദ്യ ആകണം. ഈ ലോകത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്താലും കിട്ടാത്ത സാധനങ്ങൾ കോഴ്സിലൂടെ 1 മാസത്തെ കോഴ്സ് 5 മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പ്രാപ്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഇതെല്ലാം പറ്റിപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ഇതിൽ നിന്നും പെടരുത്. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ ഗൃഹസ്ഥാശ്രമം എല്ലാവിധ മേലെയുള്ള ആശ്രമം എന്നാണ് പറയുന്നത്. പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം മുക്തി സുനിശ്ചിതം ആണ് എന്ന് ഓർക്കുക. കാരണം നിങ്ങളുടെ കർമ്മബന്ധങ്ങളെ എല്ലാം കട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മോക്ഷമുക്തിയിലോട്ട് ആ ചൈതന്യത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും ദർശിക്കാൻ സാധിക്കില്ല. ചിലർ കള്ളു കുടിക്കാമോ, മാംസം കഴിക്കാമോ, മീൻ കഴിക്കാമോ, അങ്ങനെ പല പല ചോദ്യങ്ങൾ പല പല ആൾക്കാർ ചോദിക്കും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം അറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഉള്ളത്. കാരണം മാംസം കഴിച്ചാലും മദ്യം കഴിച്ചാലും നിങ്ങൾക്ക് വികാരം നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം ഉണർത്തും. ആ വികാരം ഉണർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ചൈതന്യത്തെ പ്രാപിക്കാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ എന്നത് ഈ സ്വർണ്ണത്തളിക പോലെ തിളങ്ങണം മനസ്സ്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ ഭിക്ഷ നൽകുകയുള്ളൂ ഭഗവാൻ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. ചിലർ ചോദിക്കും, ഈ മൂല സ്വരൂപത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും മൂല സ്വരൂപത്തെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത് ചെയ്യുന്നവർക്ക് ദിവ്യദൃഷ്ടി കിട്ടുമെന്നുള്ളത് 100% ആണ്. കാരണം മൻ ധൻ എല്ലാതും അതിൽ അർപ്പിക്കണം. ആ പരമാത്മയിൽ അർപ്പിക്കണം. അർപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നല്ല ഒരു ഗുരുവിനെ സമ്പാദിച്ച് അർപ്പിച്ച് നല്ല ഗുരുവായിരിക്കണം. അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ദോഷം സംഭവിക്കും. അതിനാൽ നിങ്ങൾ നല്ലൊരു ഗുരുവിനെ സമ്പാദിച്ച് ആ ജ്ഞാൻ യോഗ സേവാധാരണ ചൈതന്യത്തെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള വസ്തുത ആ ഗുരുവിന് മനസ്സിലായാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ബേഹദ് വിശ്വം എത്ര വലുതാണ് എന്ന്. പക്ഷേ നിങ്ങൾക്ക് ബേഹദ് വിശ്വത്തിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും തന്നെ ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. കാരണം ഭക്തിമാർഗത്തിൽപ്പെട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാൻമാർഗത്തിൽ വന്നാൽ പരം ജ്ഞാൻ അഭ്യസിച്ചാൽ മാത്രമാണ് ബേഹദ് വിശ്വത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അനന്തകോടി ബ്രഹ്മാണ്ടം ഉണ്ട് എന്നാണ്. എന്താണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടം? അപ്പോൾ നമ്മുടെ ഈ ഭൂമി എവിടെയാണ്? ഈ ഭൂമിയെ സയൻസുകാർ പറയുന്നത് സോളാർ സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ അനന്തകോടി ബ്രഹ്മാണ്ടം, നമ്മുടെ ഭൂമിക്ക് മേലെ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതെല്ലാം എങ്ങനെ വന്നു? അത് ആര് സൃഷ്ടിച്ചു? എങ്ങനെ കറങ്ങുന്നു? അതിൽ എന്താണ് വായുതത്വമാണോ? എന്താണ് ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡോ? എന്താണ് ഉള്ളത്? എന്താണ് അവിടുത്തെ ആത്മാക്കൾ? ഇതെല്ലാം പരംജ്ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഒരു ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യൻ, അതാണ് അർത്ഥം. ഒരു സൂര്യൻ്റെ ഗ്രാവിറ്റി ഏതുവരെ എത്തുന്നു അതുവരെയാണ് ബ്രഹ്മപുരി എന്ന് പറയുന്നത്. നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് കാരണം നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത്, യോഗ എന്നാൽ കണക്ഷൻ, പരമാത്മയെ കണക്ഷൻ, അതാണ് അർത്ഥം വയ്ക്കുന്നത്.
പല പല അർത്ഥങ്ങളുണ്ടാവും. പക്ഷേ നമ്മളുടെ ആധ്യാത്മികത്തിൽ യോഗ എന്നാൽ കണക്ഷൻ, പരമാത്മയായിട്ടുള്ള കണക്ഷൻ. ഇങ്ങനെ യോഗ ചെയ്യുകയാണെങ്കിൽ പതുക്കെ 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 ഡെയിലി നിത്യവും പരിശീലിക്കുകയാണെങ്കിൽ സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിൽ നിന്ന് അതിസൂക്ഷ്മത്തിലോട്ട് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. കാരണം ആത്മ അതിസൂക്ഷ്മമാണ്, നമ്മൾ കാണാൻ സാധിക്കുന്നതല്ല. കാരണം ഒരു മുടി നാരിഴയുണ്ടല്ലോ, ഈ നാരിഴയിലെ കോടിക്കണക്കിന് വിഭജിച്ചാൽ എത്ര സൂക്ഷ്മമാണോ അത്രയും സൂക്ഷ്മമാണ് നമ്മുടെ ആത്മ. ഇതുവരെ സയൻസ് ലോകത്തിന് ആത്മയെക്കുറിച്ച് കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയണം. കാരണം പക്ഷേ നിങ്ങൾ എന്ത് പറയും? ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം സത്യമല്ല, ഒന്നുമില്ല. കാരണം സത്യമൊന്നുമല്ല. ഞാനും ഇതാണ് നേരത്തെ വിചാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഇതെല്ലാം സത്യമാണ്. വീഡിയോ നീണ്ടുപോകുന്നു. ഇനി അടുത്ത ദിവസം കാണാം. ബേഹദ് കി പരം ശാന്തി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.